ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കാലത്ത് മുതൽ വൈകുന്നേരം വരയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പതിപോലെ തന്നെ ഞാനിതാ പത്തിരി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പത്തിരി ഓർഡർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് നാത്തൂനും കുട്ടികളൊക്കെ വിരുന്ന് വന്ന ദിവസമാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സാലിയാണ് കേട്ടോ എണിച്ച് വന്നത്. ആങ്ങളുടെ മോനാണ്. അവനിതാ ചായക്ക് വെച്ച് കൊടുക്കണം. അവന് മദ്രസ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവനവിടെ കൊണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് അവൻ നേരത്തെ എണിച്ചതാണ് കേട്ടോ. അങ്ങനെ അവന് ചായക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇന്ന് എനിക്ക് വൈകുന്നേരത്തെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ നേരത്തെ ഏറ്റെടുത്താണല്ലോ. പിന്നെ ഇവർ ഇന്നലെയാണ് കേട്ടോ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. മാവ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചാലാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇത് പിന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇതാ വേഗം ചായക്കുള്ള കടിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചമ്മന്തിയും ചട്ടണിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇന്നത്തെ ചിക്കൻ കറിയും കൂടെ ഉണ്ട് കേട്ടോ. സാലിക്ക് സമയമായിട്ടുണ്ട് കേട്ടോ മദ്രസയ്ക്ക് പോകാൻ. അങ്ങനെ ഇതാ വേഗം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ നാത്തൂനുള്ളതുകൊണ്ട് അടിക്കലും തുടയ്ക്കലും അങ്ങനെ ചില്ലറ പണികളൊക്കെ ഓളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദോശയൊക്കെ ചുറ്റുമെടുത്തു. അങ്ങനെ ഇതാ സാലിക്ക് സമയമായി വേണ്ടത് പുറത്ത് നിന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കുന്നത്. അങ്ങനെ ഇതാ അവനെ ഒക്കെ കൊണ്ടാക്കാൻ പോവുകയാണ്. ഓരോരുത്തരായിട്ട് എണിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവൻ പോയതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം ഞാനിതാ ഉച്ചയ്ക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും പിന്നെ മന്തിയാണല്ലോ ഇഷ്ടം. അങ്ങനെ ഞാനിതാ ചിക്കനൊക്കെ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ചിക്കനൊക്കെ വേവിച്ചതിന് ശേഷം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് കേട്ടോ റൈസൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണത്. അങ്ങനെ റൈസിനൊക്കെ വേവാൻ വെച്ചിട്ട് ഇതാ മന്തിൻ്റെ മസാല കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതിനും കൂടി അങ്ങോട്ട് വേഗം പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ മന്തിയൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് തേങ്ങാച്ചോറും കൂടെ വെച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിൽ. ഇവിടെ വാപ്പ മന്തി കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ അതും കൂടെ റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ മന്തിയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മന്തിൻ്റെ റെസിപ്പിയൊക്കെ പിന്നെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ റെസിപ്പിയൊന്നും കാണിക്കാത്തത്. അങ്ങനെ മന്തിയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ചമ്മന്തി മയോണൈസൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെപ്സിയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഊണൊക്കെ കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് പിന്നെ ഉമ്മി ആങ്ങളെയും വലിയ ആങ്ങളുടെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഊണയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ കുട്ടികളെല്ലാവരും കൂടെ അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ആ ചായയുടെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ 5:30 കൊടുക്കേണ്ട ഓർഡറാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ അതിനകത്തെ വീഡിയോ. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഒരുങ്ങുമ്പോഴേക്കും വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.